നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനരുദ്ധാരണം പൂർത്തിയായ പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ചുറ്റമ്പല നമസ്കാര മണ്ഡപം, അലങ്കാര ഗോപുരം എന്നിവയുടെ സമർപ്പണം നടന്നു. പാചക വില വർധനവിനെതിരെ CPM നടത്തുന്ന നിരാഹാര സമരം 2ാം ദിവസം പിന്നിട്ടു. അഭിവാദ്യവുമായി പോഷക സംഘടനകൾ. പെരിങ്ങോട്ടുകര ട്രാഫിക് കോൺവെന്റിലെ വാർഷികാഘോഷ പരിപാടികൾ PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ചുറ്റമ്പലം, അലങ്കാര ഗോപുരം, നമസ്കാര മണ്ഡപം എന്നിവയുടെ സമർപ്പണം നടന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 കലശാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചത്. ശിവഗിരി ധർമ്മസംഘത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരും ഭക്തജനങ്ങളുമടക്കം വലിയ ജനക്കൂട്ടമാണ് പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ നവീകരണ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ എത്തിയത്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പുനരുദ്ധാരണം പൂർത്തിയായ ചുറ്റമ്പലത്തിന്റെ സമർപ്പണം നടക്കുകയാണ്. ശിവഗിരി ധർമ്മസംഘത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠനും ധർമ്മസംഘം പ്രസിഡന്റുമായ ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികൾ ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ദൈവം ശിവനാണെന്ന് സൂക്ഷ്മാനന്ദ സ്വാമികൾ. ഇന്ത്യയുടെ ദേശീയ ദൈവം ശിവനാണെന്നും വിവേകാനന്ദ സ്വാമികളുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് സ്വാമി സൂക്ഷ്മാനന്ദ അഭിപ്രായപ്പെട്ടു. ഇതിന്റെ കമ്മിറ്റിയും മറ്റു പ്രവർത്തകരും ഒക്കെ വളരെ ശ്ലാഘനീയമായ ഒരു കർമ്മമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുന്നു. അവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ ആദ്യമേ തന്നെ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രം ഈ നാട്ടുകാരുടെ സമസ്ത മേഖലകളിലും ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ എല്ലാ മേഖലകളിലും നിർണായകമായ സ്വാധീനമായിരുന്നിട്ടുണ്ട്. വരുന്ന ആളുകളിൽ ആ ഒരു സ്വാധീനം കൂടുതൽ ശക്തമാകട്ടെ, കൂടുതൽ അർത്ഥപൂർണമാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ ദൈവം, ഇന്ത്യയിലെ ഒരുപാട് ദൈവങ്ങളുണ്ട്, അതിന്റെ ഒന്നും കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ പോലും നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഇന്ത്യയുടെ ദേശീയ ദൈവം സാക്ഷാൽ ശിവനെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. ഈ ശിവന്റെ ഒരു മഹത്വം ഗുരുദേവനും
വളരെയധികം പ്രകടമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്വാമി വിവേകാനന്ദനും ഗുരുദേവനും ഒക്കെ അംഗീകരിക്കണമെങ്കിൽ ഒരുപാട് നിരവധി ദൈവങ്ങളുണ്ടെങ്കിലും ദേശീയ ദൈവം ശിവനാണെന്നാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ശിവന്റെ ആ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ശിവൻ എന്നുള്ളത് തിരിച്ചിട്ടാൽ വാശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഹങ്കാരം. അപ്പൊ അഹങ്കാരത്തെ ശിവമാക്കി മാറ്റുക, വാശിയെ ശിവമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ശിവന്റെ ആ ഒരു ഭക്തന്മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർ നടത്തേണ്ടുന്ന ഒരു കർത്തവ്യമെന്നാണ് പറയപ്പെടുന്നത്. വാശി ശിവ ആക്കുക. അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ വാശി ശിവം ആക്കുക എന്നുള്ളതാണ് മുഴുവൻ ആത്മീയതയും ഏറ്റെടുത്ത് നടക്കുന്ന കർത്തവ്യം. ശിവ എന്ന വാക്ക് മറച്ചിട്ടാൽ വാശി എന്നാണെന്നും വാശി അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെന്നും ഈ വാശിയെ പ്രാർത്ഥന കൊണ്ട് ദൈവമാക്കി മാറ്റാനാകുമെന്നും തെളിയിക്കുന്നതാണ് പെരിങ്ങോട്ടുകരയിലെ ശ്രീ സോമശേഖര പ്രതിഷ്ഠയെന്നും സ്വാമി പറഞ്ഞു. പുനരുദ്ധാരണം പൂർത്തിയാക്കി നവീകരിച്ച ചുറ്റമ്പലത്തിന്റെയും നമസ്കാര മണ്ഡപത്തിന്റെയും അലങ്കാര ഗോപുരത്തിന്റെയും സമർപ്പണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചുറ്റമ്പല സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സൂക്ഷ്മാനന്ദ സ്വാമികൾ. 1 കോടിയോളം രൂപ ചിലവിട്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. നവീകരിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികൾ നിർവഹിച്ചു. നമസ്കാര മണ്ഡപ സമർപ്പണം മേനോത്തുപറമ്പിൽ നളിനി രാഘവനും അലങ്കാര ഗോപുര സമർപ്പണം പെരിങ്ങോട്ടുകര ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരനും നിർവഹിച്ചു. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമികൾ ചുറ്റമ്പല സമർപ്പണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങൾ വഴിപാടായി പണികഴിച്ച് നൽകിയ മേനോത്തുപറമ്പിൽ രാമരാജ്, മേനോത്തുപറമ്പിൽ ബാബുരാജ്, അലങ്കാര ഗോപുരം നിർമ്മിച്ചു നൽകിയ ദേവസ്ഥാനം സ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ, ക്ഷേത്രത്തിന്റെ ഉൾവശം ഗ്രാനൈറ്റ് പാകി നൽകിയ വേലക്കാട്ട് രാജപ്പൻ, നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർമാരായ PM സുകുമാരൻ, പ്രവീൺ ഗോപി തുടങ്ങിയവരെ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ പരാനന്ദ സ്വാമികൾ ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഗുണവർദ്ധനൻ IAS, SNDP യോഗം മുൻ കൌൺസിലർ VK അശോകൻ, പെരിങ്ങോട്ടുകര SNDP യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, സ്വാമിമാരായ സുഹൃതാനന്ദ, സുഗുണാനന്ദ, കൃഷ്ണാനന്ദ, അനപേക്ഷാനന്ദ, മഹേശ്വരാനന്ദ, അമൃതാനന്ദ, സ്വാമിനി അമൃതാനന്ദ സരസ്വതി, പുനരുദ്ധാരണ കമ്മിറ്റി കോർഡിനേറ്റർ സജിത് പാണ്ടാരിക്കൽ, രവീന്ദ്രൻ കല്ലിക്കട, CV ഭുവനദാസ്, ഷൺമുഖൻ മാപ്രാണത്ത്, ദിവ്യൻ ഉപ്പാട്ട്, ബോസ് വള്ളൂക്കാട്ടിൽ, പ്രകാശൻ കണ്ടങ്ങത്ത്, സജീവൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ സ്വാഗതവും പുനരുദ്ധാരണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ സിദ്ധൻ പറയങ്ങാട്ടിൽ നന്ദിയും പറഞ്ഞു. ശിവഗിരി ക്ഷേത്രം തന്ത്രി സുഗതൻ തന്ത്രികൾ കലശ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനും ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ ശാന്തികൾ സഹകാർമ്മികനും ആയിരുന്നു. റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി തൃപ്യാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹെൽമറ്റ് ഉപയോഗിച്ചും സീറ്റ് ബെൽറ്റ് ധരിച്ചും വാഹനം ഓടിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകി. മിഠായി, പേന, പഴവർഗ്ഗങ്ങൾ, നോട്ട്ബുക്ക് എന്നിവയാണ് സമ്മാനമായി നൽകിയത്. വലപ്പാട് CI KT സലിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരായാലും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പാടില്ല. നമ്മളായിരിക്കണം മാതൃക കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തന്നെ ഒരു മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കണം. ഞങ്ങളെല്ലാം ലോ ഒബൈഡിങ് സിറ്റിസൺ ആണെന്നുള്ളതുണ്ട്. ലോ ഒബേ ചെയ്യുന്ന സിറ്റിസൺ ആണെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ നിയമം തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരിക്കും അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രസക്തി ഇല്ലാതെ വരും. അപ്പോൾ ഒരു നല്ലൊരു മോഡലായി മാറുക. ഞാൻ ഇന്ത്യ രാജ്യത്തെ അനുശാസിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ പിഴ ചുമത്തപ്പെടുന്ന ഈ നിയമം, മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ പരിധിപ്പെടുന്ന ഈ നിയമങ്ങൾ എന്നിലൂടെ ഒരിക്കലും തെറ്റിക്കപ്പെട്ടില്ല എന്നുള്ളൊരു വിശ്വാസം പ്രധാനമായി വേണ്ടത്. ഹൈസ്പീഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾ അല്ലേ, അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇല്ലാതെയും മുന്നോട്ട് പോകുന്ന വാഹനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പ്രധാന ദൗത്യത്തിൻ്റെ തന്നെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ഫോളോ ചെയ്യണം. നിങ്ങളിപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടായിരിക്കും, കൂടുതലുള്ളവരുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ പ്രധാന ഉദ്ദേശം 18 വയസ്സുള്ള മുകളിലുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും മനസ്സിലുണ്ടായിരിക്കണം
ഈ നിയമം അനുശാസിക്കപ്പെടുന്ന എല്ലാ രീതിയിലുള്ള കാഴ്ചപ്പാടും. വലപ്പാട് SI KG ആന്റണി, ഹൈവേ പോലീസ് SI അജയകുമാർ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ES വസന്തകുമാർ, PK അലി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വലപ്പാട് പഞ്ചായത്ത് 20-ാം വാർഡ് BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാരീസ് നഗറിൽ BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എത്ര ഫണ്ട്, എത്ര കുടുംബങ്ങൾക്ക് ആ ആനുകൂല്യം ഈ മെമ്പർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ചു. ഞാൻ എന്റെ മറ്റ് വസ്തുതാപരമായിട്ടുള്ള കണക്കുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾ ചോദിക്കേണ്ടത് IAY പദ്ധതി പ്രകാരം നമ്മുടെ വാർഡിൽ എത്ര വീട് കൊടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ചു. എന്നിട്ട് മതി മറ്റു കാര്യങ്ങൾ. അത് സാധാരണക്കാരന് കുടുംബം വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള തുകയിലോ എത്ര രൂപ ചെലവഴിച്ചു പരിശോധിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ കൊടുക്കുന്ന പണവും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന തുകയനുസരിച്ച് അതിന് 34% പട്ടികജാതി സംവരണത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. ആ 34% പണം ചെലവഴിച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് പണം കൂടുതൽ ലഭിക്കൂ. എത്ര ശതമാനം പട്ടികജാതി സംവരണ വിഭാഗത്തിന് വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറിലൂടെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റൊരു അഭിപ്രായം. അങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ എന്തൊക്കെ നിലപാടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മത്സര പാർട്ടി KV നടേശൻ അധ്യക്ഷനായി. അനിൽ, പ്രമീള സുദർശനൻ, സേവിൻ പള്ളത്ത്, AR അജിഘോഷ്, NK ബീദീകരൻ, ഷൈൻ നെടിയിരിപ്പിൽ, ജിജു അരയമ്പറമ്പിൽ, മോഹൻദാസ് ഭഗവതിപ്പറമ്പിൽ, ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റിലെ വാർഷികാഘോഷ പരിപാടികൾ PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. പരിപാടികളെല്ലാം ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. ഒരുപക്ഷെ ഈ സമയത്ത് തൃശ്ശൂരിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഇരുന്നത്. ഇവിടെ നമുക്ക് സന്ദേശങ്ങൾ നൽകാൻ നമ്മുടെ പ്രൊവിൻഷ്യൽ അമ്മയടക്കം നമ്മുടെ 2 വിശിഷ്ട അതിഥികൾ ഇവിടെയുണ്ട്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ആദ്യം വായിച്ച പുസ്തകങ്ങളിലൊന്ന് ടെൻസിംഗ് നോർക്കയെ കുറിച്ചും അതുപോലെ തന്നെ ഹിലാരിയെ കുറിച്ചും അവരുടെ ജീവചരിത്രമാണ്. അത് ഇന്നും കല്ലിൽ എഴുതി വെച്ച പോലെ മനസ്സിൽ നിൽപ്പുണ്ട്. ഷെർപ്പ ടെൻസിംഗ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കൊടുമുടി കീഴടക്കിയ ആ ടെൻസിംഗിനോടൊപ്പം പർവ്വതാരോഹണത്തിൽ പങ്കെടുത്ത പാറക്കുട്ടി ടീച്ചർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഒപ്പം തന്നെ ശ്രീ സിറിലിനെ പോലെ എത്രയോ പ്രഗത്ഭനായ ഒരു സ്പോർട്സ് താരത്തെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് താരങ്ങൾക്ക് നൽകുന്ന ബഹുമതിയാണ് അർജുന അവാർഡ് എന്ന് നിങ്ങൾക്കറിയാം. ആ അർജുന അവാർഡ് നേടിയ സെവിൽ വെള്ളൂരടക്കം നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെയുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പ്രതിനിധികൾ, ജനനേതാക്കൾ ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സാധാരണമായ ഈ സായാഹ്നം, ഏറ്റവും അവിസ്മരണീയമായ ഈ സായാഹ്നം ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ അധ്യക്ഷയായി. തൃശൂർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ റോസ് അനിത ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. അർജുന അവാർഡ് ജേതാവ് സിറിൽ C വള്ളൂർ മുഖ്യ അതിഥിയായി. NP പാറുക്കുട്ടി, ഷീജ സദാനന്ദൻ, VK പ്രദീപ്, KS ശ്രീകല, AO മദനമോഹനൻ, PJ സ്റ്റെല്ല, KS അബിന, അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. ഇടവേള.